അതാ ഒരാൾക്ക് 2 സ്വർഗമുണ്ട്. ആർക്കാണ് 2 സ്വർഗമുള്ളതെന്നറിയോ? ആർക്കാണ് 2 സ്വർഗമുള്ളതെന്നറിയോ? ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. കാഞ്ഞിപ്പുഴയിൽ നിന്ന് വയത് കേൾക്കാമെന്ന് പ്രിയപ്പെട്ട യുവത്വത്തിന് പഠിക്കാൻ, നിനക്ക് മാതൃകയാക്കാൻ ഒരു ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. പടച്ചവനെ, ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിലോ അവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എന്തിനാ ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ടതെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ റോഡിന്റെ തിണ്ണയിലല്ല, കലങ്ങിന്റെ മുകളിലല്ല, പള്ളിയുടെ വെളിയിലല്ല, അല്ലാഹുവിന്റെ പള്ളിയുടെ 1ാമത്തെ സഫിൽ എല്ലാ ദിവസവും 5 നേരം വന്നിരിക്കുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചറപ്പേ, ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് പോകുകയാ. എല്ലാ ദിവസവും നിസ്കരിച്ചിട്ട് ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണ്. ഇരുട്ടുള്ള രാത്രിയില് ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കാത്തു നിൽക്കുകയാണ്. ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാ, ചുംബനം കൊടുക്കുകയാ. എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, നിന്നോട് വല്ലാത്ത പ്രണയമാ, എന്റെ ആഗ്രഹമെന്ന് സാധിപ്പിച്ചതാടാ എന്ന് പറഞ്ഞു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് യാചിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. പടച്ചറപ്പേ, വ്യഭിചാരം ചെയ്തല്ലോ അല്ലാ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ. ബോധം കെട്ട് താഴെ വീഴുകയാ, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അതാ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ യാത്രക്കാരെ കാണുകയാ, അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. പടച്ചറപ്പേ, പ്രായം ചെന്ന പിതാവ് ഓടി വന്ന് തന്റെ പൊന്നാര മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ ഉപ്പ ചോദിക്കുന്നു, എന്ത് പറ്റി മോനെ? ഉപ്പാ, എല്ലാം നശിച്ചു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടു വാപ്പാ. നടന്നത് മുഴുവനും കരഞ്ഞുകൊണ്ട് പറയുമ്പോ വാപ്പ പറഞ്ഞു, എന്റെ പൊന്നുമോന് തെറ്റുകാരനല്ല, ആ പെണ്ണല്ലേ പിടിച്ചത്, എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ. വാപ്പ എത്ര പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ തീരുന്നില്ല. നിലവിളിയാ, തന്റെ പൊന്നാര മകന് മരിച്ചു പോകുമോ എന്ന് പിതാവിനെ പേടിയാവുകയാണ്. അവിടുന്ന് സമാധാനിപ്പിക്കുമ്പോ മകൻ പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്ക്, ഉമർ തങ്ങളോട് മസല ചോദിക്ക്. ഖലീഫയായ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടു. ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്നു പൊന്നാര മകന്റെ സംഭവം പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ല, ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ. വാപ്പയ്ക്ക് വലിയ സന്തോഷമായി തന്റെ പൊന്നാര മകനോട് ഇത് പറയാ. വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? യുവത്വമേ,
നെഞ്ച് പൊട്ടികെട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. ഒരു പെണ്ണെന്നെ തൊട്ടല്ലോ, ഞാൻ നരകത്തിലാണല്ലോ, അള്ളാനോട് കണക്ക് പറയണമല്ലോ. പേടിച്ച് പേടിച്ചവിടെന്ന് നിലവിളിച്ച് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. ഈ ചെറുപ്പക്കാരന്റെ ഖബർ കൊണ്ട് ജനാസ കൊണ്ട് ഖബറടക്കുകയാ. ജനാസ ഖബറടക്കിയിട്ട് ആ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ തങ്ങൾ ഓതിയ ആയത്തേതെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. കാഞ്ഞിപ്പുഴയിലെ പെങ്ങന്മാരോട് പറയുകയാ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളിയിലെ ഖതീബിനൊരു സ്വർഗമേ ഉള്ളൂ, ഹാഫിദിനൊരു സ്വർഗമേ ഉള്ളൂ, നിസ്കരിക്കുന്നവർക്കൊരു സ്വർഗമേ ഉള്ളൂ. കൂടെ പഠിക്കുന്ന ഒരുത്തൻ നിന്റെ ശരീരത്തെ തൊടുമ്പോ ഇത് വ്യഭിചാരമാടാ, ഇത് പാപമാടാ. ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നവനാടാ, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. കൂടെ പഠിക്കുന്നവന് മയക്കുമരുന്ന് തരുമ്പോ, കഞ്ചാവ് തരുമ്പോ, ഒന്ന് പുകയ്ക്കടാ, ഒന്ന് വലിക്കടാ, ബിയറൊന്ന് കുടിക്കടാ എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുമ്പോ അവനോട് പറഞ്ഞു കൊടുക്കണം, മിന്നീ അഖാഫുല്ലാഹ്, എനിക്കല്ലാഹനെ പേടിയാ, എനിക്കല്ലാഹനെ പേടിയാ. അങ്ങനെ പറഞ്ഞ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതാരാണെങ്കിലും പറയേണ്ടത് പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് അല്ലാഹനെ പേടി വേണം ചെറുപ്പക്കാരാ. നമ്മൾ അല്ലാഹുവിനെ ഭയക്കണം ചെറുപ്പക്കാരാ. നമ്മൾ അല്ലാഹനെ പേടിക്കണം മോനെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. എല്ലാവർക്കും അറിയുന്ന ആയത്താ. എങ്കിൽ അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? ഓതി പഠിക്കു ചെറുപ്പക്കാരാ. അത് വല്ലാത്ത ഒരായത്താടാ, അതൊരു ഭീഷണിയാടാ, അതൊരു ഓർമ്മപ്പെടുത്തലാടാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, നമ്മൾ പറയുമല്ലോ ഓന്തോടിയാൽ എവിടെ വരെ ഓടാനാ. അല്ലാഹു പറയുകയാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാടാ? എന്റെ മുമ്പിൽ തന്നെ വരുമല്ലോ, എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരുമല്ലോ. നിന്നെയെല്ലാം ഞാൻ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമ്മമാരേ അല്ലാഹനെ പേടിക്കുമ്മാ. പ്രായമൊക്കെയായില്ലേ, പ്രായമൊക്കെയായില്ലേ, പടച്ചവനെ മുടി നരച്ചില്ലേ ഉമ്മ, 40ഉം 50ഉം വയസ്സായില്ലേ ഉമ്മ, ഇനി എന്ന് നന്നാകാനാ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, പെമ്മക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിടാ പ്രായമായില്ലേ പെണ്ണ്? എന്നിട്ടും നിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ലല്ലോ, അഹങ്കാരമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്ന വാപ്പാ, നീ ഉപ്പയായില്ലേ? നിന്റെ കൂടെ നടന്നവരും കൂടെ പഠിച്ചവരും പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ചെന്നില്ലോ. എന്നിട്ടും നിനക്ക് നന്നാകാ സമയമായില്ലോ. അഹങ്കാരത്തിന് മാറ്റമില്ലല്ലോ. എന്താ വാപ്പാ അഹങ്കാരികളെ പോലെ നടക്കുന്നത്? ആരെ പരാജയപ്പെടുത്താനാ? നീ ആരോടാകണം നീ കാണിക്കുന്നത്? ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ പള്ളിപ്പറമ്പിലെ കുടിക്കകത്തെത്തിക്കാൻ കഴിവുള്ള പടച്ച റബ്ബിനോടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വന്തം നഫ്സിനോട്
മനസ്സിനോട് ഞാൻ പറയുന്നു, നമ്മൾ അല്ലാഹനെ പേടിച്ച് ജീവിക്കൂ. അല്ലാഹനെ പേടിച്ച് ജീവിച്ചില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമ്മളെ തകർത്ത് കളയും സഹോദരാ. നമ്മളെ പടച്ച റബ്ബ് പരാജയപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹനെ ഭയന്ന് ജീവിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ മനസ്സിനകത്ത് പേടി വേണമമ്മ. ഇതല്ലാന്റെ കലാമാ, ഇതല്ലാന്റെ കലാമാ. ഈ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ സ്വാഗതം പറഞ്ഞ, അല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഒന്നാമത്തെ അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും. അവർക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ, അവർക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, നിന്നെ കുറിച്ചുള്ള ഭയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ അടയാളം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ഒന്നാമത്തെ അടയാളം അവർക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ. ഒന്നാമത്തെ അടയാളം അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയം. അല്ലാഹു ആ ഭയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആ ഭയം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരെണ്ണം പറഞ്ഞപ്പോഴേ 10:40 ഞാൻ 45 നിർത്താന്നല്ലേ പറഞ്ഞു? 45 നിർത്താന്നാ പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ 10:40. ഇനി 3 കൂടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കും. അപ്പൊ കുഴപ്പമില്ല, ഇത്തിരി കൂടെ ഓടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് ഞാൻ പറയുന്ന ഈ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലാഹ് തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞിട്ടേ ഞാൻ പോത്തുള്ളൂ. ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലം ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. 2 അല്ലാഹു പറയുകയാ. അവർക്കുള്ള രണ്ടാമത്തെ ഗുണം പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവർ ക്ഷമിക്കും. അല്ലാഹു എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കൂല. അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരീക്ഷണം ഉണ്ടായ ക്ഷമിക്കണം. ഈമാൻ കാര്യം 6 ഒന്ന്, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. 6 വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഈ പറഞ്ഞ 6 കാര്യത്തിൽ അള്ളാഹിനെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6ാമത്തെ ഒരു കാര്യത്തിൽ മാത്രം വിശ്വാസമില്ല. 6ാമത്തെ കാര്യത്തിൽ മാത്രം എനിക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ല. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് ഏത് കാലത്താണോ നീ വിശ്വസിക്കുന്നത്, അന്നേ നീ യഥാർത്ഥ വിശ്വാസിയാകും. മഹാനായ നബിയിന റസൂലുള്ളാഹി. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നമുക്ക് സന്തോഷവും ദുഃഖവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന. ഉപ്പ പറയുന്നത്, ഉസ്താദെ ഞാൻ മജ്‌ലിസുൻ നൂറിന് പോകും, സ്വലാത്തിന് പോകും, എന്ത് വഴുതുണ്ടെങ്കിലും പോകും, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകും, പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തു, പള്ളി കെട്ടിക്കൊടുത്തു, എന്നിട്ടും എനിക്കിതൊക്കെ തന്നല്ലോ അല്ലാഹ്. എന്നിട്ട് നിനക്ക് വന്നല്ലോ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പരാതി പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരാതി പറയാം. അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോ കുറ്റം പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ എന്തിനും കൊടുക്കണ ഉസ്താദെ, എന്തെല്ലാം ദുആ ചെയ്തു, എവിടെല്ലാം പോകുന്നു, ഏതൊക്കെ തങ്ങന്മാരെ കണ്ടു, ഏതൊക്കെ മക്ബറകളിൽ പോയി, എന്നിട്ട് ഇത് വന്നല്ലോ. പരാതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതി പറയരുത്. അല്ലാഹു തന്നത് 2 കൈ നീട്ടി സ്വീകരിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിക്കണ എന്റെ ഉസ്താദ് അള്ളാഹിക്ക് എന്തോ എന്നോട് വൈരാഗ്യ ഉസ്താദ്, അതുകൊണ്ടല്ലേ അല്ല എനിക്ക് മക്കളെ തരാത്ത? എത്ര കൊല്ലമായി എല്ലാവർക്കും അല്ല വീട് കൊടുത്തു, എനിക്കെന്താ വീട് തരാത്ത? നമ്മൾ പരാതി പറയണ അങ്ങനെ. പണ്ടൊരു ചങ്ങാതി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ പണ്ടൊരു ചങ്ങാതി ഒരു വലിയ പണക്കാരനെ കണ്ടപ്പോ, നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനെ കണ്ടപ്പോ ഇയാൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. പടച്ചോനെ എന്നെ ഓനെ പോലെ ആക്കണേ അല്ലാ. ഉദാഹരണം പറഞ്ഞ ഞാൻ ദുആ ചെയ്യാം, അല്ലാ എന്നെ സിയാദ് ഖാനെ പോലെ ആക്കണേ അല്ലാ, സിയാദ് ഖാനെ പോലെ ആക്കണേ ദുആ ചെയ്യാം. അല്ല നിങ്ങളുടെ നാട്ടിലെ ഒരു പണക്കാരനെ കണ്ടിട്ട് അയാളെ പോലെ ആക്കണ അല്ലാന്ന് കാലങ്ങളായിട്ട് ഇയാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണേ അല്ലാന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. ഇയാൾ ഈ അബൂബക്കർ ഹാജിയെ പോലെ ആകണില്ല. അപ്പൊ ഒരു ദിവസം ഈ ചങ്ങാതി അള്ളാഹിനോട് പറയുക, പടച്ചവനെ എന്നെ അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാക്കാൻ പറ്റത്തില്ലെങ്കിലും അബൂബക്കർ ഹാജി എന്നെ പോലെ യത്തീംഖാനയിലാക്കാൻ നിനക്ക് പറ്റുമല്ലോ അല്ലാ, അതെങ്കിലും ആക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കാര്യം ഇതാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹിക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടാ അള്ളാഹു നമുക്ക് മക്കളെ തരാത്തത്, രോഗം തരുന്നത്, പ്രയാസം തരുന്നത്, വീട് തരാത്തത്. നമ്മൾ അങ്ങനെ അല്ല ചങ്ങായി. നീ അത് നിന്റെ തെറ്റിദ്ധാരണയാ. നീ എന്താ വിചാരിച്ചിരിക്കണം? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ രീതിയിൽ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടതല്ല. നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹിക്ക് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടോ ദേഷ്യമുള്ളത് കൊണ്ടോ അല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അബൂജഹലിനല്ല, ഉത്തുബത്തിനല്ല, ശൈബത്തിനല്ല, നമ്രൂദിനല്ല, ഫിർഔനിനല്ല, ഖാറൂനിനല്ല. അള്ളാഹു ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ലോകത്ത് ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ കണ്ടിട്ടുണ്ടോ? ഉമ്മാനെ കണ്ടു കൊതി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നബിതങ്ങളെയാ. എന്തുകൊണ്ട്? ഇഷ്ടം കൂടിയാൽ അങ്ങനെ, ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമ്മളെ അളക്കുകയാ. ഈമാനിന്റെ ടെസ്റ്റ് നടക്കുകയാ. ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹു ഓരോ മനുഷ്യന്റെയും ഈമാനിനെ അള്ളാഹ് അളക്കുകയാ. ഈമാനിനെ അള്ളാഹ് അളക്കുക. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പറഞ്ഞല്ലോ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തു വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ ഖുർആൻ. നീ എന്താ വിചാരിച്ചേ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ള ഇടമാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നെ? നിനക്കാരാ പറഞ്ഞു തന്നെ? എന്റെ പൊന്നാര ചങ്ങാതി, അല്ലാഹ് ഖുർആനിൽ പറയുകയാ, എടാ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് ഓസിന് കയറി പോകാൻ പറ്റുമോ? പറ്റില്ല. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ അനുഭവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ തന്നെ പറഞ്ഞു, ഒരു മുസ്ലിമിനെ ഞാൻ പരീക്ഷിക്കും. എങ്ങനെ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. പേടി കൊടുക്കും ഞാൻ. ഭയം. പേടിയല്ലേ ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ പേടിയല്ലേ? ഉസ്താദെ പടച്ചവനെ, ഇവിടെ നടക്കുന്ന ഹരിയാനയിൽ നടക്കുന്നത് കൊണ്ടോ പള്ളി കത്തിച്ചു ഉസ്താദ്, അങ്ങനെ ചെയ്തു ഉസ്താദ്, ഇങ്ങനെ ചെയ്തു ഉസ്താദ്, അവിടെ കിടക്കുന്നില്ല, ഇവിടെ നടക്കുന്നില്ല, അവിടെ നടക്കുന്നില്ല. എവിടെല്ലാം നടക്കുന്നു ചങ്ങാതി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാണ്. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിനെതിരായി പ്രവർത്തിക്കുക. നമ്മളിവിടെ കിടന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ മഴ പെയ്ത വീടിനകത്ത് കയറി നിൽക്കും, വീടിനകത്ത് ചോർന്നാ പിന്നെ എന്ത് ചെയ്യും? എവിടെ കയറി നിൽക്കും? എടാ മഴ പെയ്യുമ്പോ, എടാ മനുഷ്യനൊരു പ്രയാസം വരുമ്പോ പള്ളി വരും. പള്ളിക്കകത്ത് പൂക്കുറ്റിയടിയാണെങ്കിൽ എവിടെ പോകും? ഒരു മുസ്ലിമിന്റെ പ്രയാസം മാറ്റേണ്ടത് പള്ളിയിലാ. ആ പള്ളിക്കകത്ത് തമ്മിലടിയാണെങ്കിൽ നമ്മൾ എവിടെ പോകും? ഒരു കുടുംബത്തിൽ കൂടപ്പറപ്പുകൾ തമ്മിൽ തല്ലുകയാ. പിന്നെ എന്ത് ചെയ്യും നമ്മൾ? ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്ന് തല്ല നമ്മൾ ആവശ്യമില്ലാത്ത സംഘടനയുടെയും അതും ഇതും പറഞ്ഞിട്ട് തല്ലും ബഹളവുമായിട്ട് നമ്മൾ നടക്കുക. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ആളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ഐക്യമാണോ? നമുക്ക് യോജിച്ച് സന്തോഷത്തോടെ ജീവിതം? നമുക്കതൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയം അള്ളാഹു നമുക്ക് തരും. അള്ളാഹു നമ്മളെ ഭയപ്പെടുത്തും. സഹോദര, ലോകത്തിന്റെ നാനാമൂങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ദയനീയമായ അവസ്ഥകൾ നമ്മൾ നോക്കിക്കേ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ.
ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിൽ പടച്ചവനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കേട്ടുകേൾവി പോലുമില്ലാത്ത ഹിറ്റ്ലറിന്റെ ചരിത്രം വായിക്കുമ്പോഴേ ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദെ, ഹരിയാനയിലല്ലേ, അല്ലെങ്കിൽ അവിടെയല്ലേ, മ്യാൻമറിലായിരുന്നല്ലോ, ഇപ്പതാ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ. എടോ, നാളെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരൂലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമുക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ തരും, നമ്മളെ ഭയപ്പെടുത്തും. മുസ്ലിം എന്ന് പറയാൻ പേടിക്കുന്ന ഒരു കാലം വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അള്ളാഹുവിന്റെ സഹായം. അള്ളാഹ് ഖുർആനിൽ ചോദിക്കുന്നു, നിങ്ങളെ സഹായിക്കാൻ ഞാനില്ലേ, പിന്നെന്തിനാ നിങ്ങൾ പേടിക്കണേ? എടാ, ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് എന്തിനാ നിങ്ങൾ പേടിക്കണേ? ശത്രുവിന്റെ വലിപ്പം കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ഖുർആൻ ഓതി നോക്ക് നീ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ആനപ്പട, അബ്രഹത്തിന്റെ ആനപ്പട, അബ്രഹത്ത് രാജാവ് ആന എന്ന് പറയുന്ന ഭീകര ജീവിയുമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്നില്ലേ? ആന എത്ര വലിയ ജീവിയാ! അരിക്കൊമ്പനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത കാലം. അരിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആനയെ കുറിച്ച് കുറെ നാൾ ചർച്ചയുണ്ടായിരുന്നു. പാപം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. കാരണം ആ ജീവിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ അരിക്കൊമ്പൻ എന്നല്ലേ ഇപ്പൊ ആനയുടെ പേര്? അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ നാട് കടത്തിയപ്പോ വേറൊരു ആനയുടെ പേരുണ്ടല്ലോ, ഇപ്പൊ ചക്കക്കൊമ്പൻ. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ നാട് കടത്തിയതിന്റെ പിറ്റേ ദിവസം ചക്കക്കൊമ്പനും അനുയായികളും കൂടെ ടൗണിൽ ഇറങ്ങിയിട്ട് പ്രതിഷേധം നടത്തി. വർഗസ്നേഹം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ആനയെ നാട് കടത്തിയപ്പോ പ്രതിഷേധിച്ചുകൊണ്ട് പിറ്റേ ദിവസം മറ്റുള്ള ആനകൾ മുഴുവനും വർഗസ്നേഹം കാണിച്ചു. നമ്മളോ അവ അകത്ത് കിടക്കട്ടെ അൽഹംദുലില്ലാ എന്ന് പറയും. ആ മൃഗത്തിന് വിവരണ്ട്. പിന്നെ ഞാൻ പറയുന്നത്, ആ ആന സുന്നിയ. ആ ആന, അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന സുന്നിയ. കാരണം എന്തേ? എല്ലാ വർഷവും അമ്മ മരിച്ച സ്ഥലത്ത് വരുമെന്നല്ലേ? അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യുന്നല്ലേ അതിനർത്ഥം? എല്ലാ വർഷവും അതിന്റെ അമ്മ മരിച്ച സ്ഥലത്ത് അത് വരുമെന്നല്ലേ? നമ്മൾ കുഴിച്ചിട്ട് അങ്ങോട്ട് പോകാറുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയണോ? അതിനകത്ത് കൊണ്ട് പഠിക്കാൻ ചിലതൊക്കെ. ഞാൻ തമാശ പറഞ്ഞില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത് എല്ലാ വർഷവും അതിന്റെ അമ്മ മരിച്ച, അതുകൊണ്ടാണ് ഇന്നും അത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അതിന്റെ അമ്മ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരുള്ളത്. നമ്മളോ? അതുകൊണ്ടാണ് ഞാൻ സുന്നി എന്ന് പറഞ്ഞത്. ഇനി അത് ക്ലിപ്പങ്ങ് ഇറക്കിയേക്കല്ലടാ അനിയ. അല്ലാഹു കാക്കുമാറാകട്ടെ. ക്ലിപ്പ് ഇറങ്ങണ എവിടാന്ന് എനിക്ക് എന്തെങ്കിലും പറയാൻ പേടിയാ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പം 10-30 കേസുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങളെ തല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം ഇപ്പൊ ഞാൻ ഇങ്ങനെ വനിതാ കമ്മീഷനിലും അവിടെ ഇവിടെയും കയറി ഇറങ്ങി നടക്കാം. സുബ്ഹാനല്ലാഹ്. ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യണില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറയരുത്, പെണ്ണുങ്ങളൊന്നും പറയാൻ പാടില്ലാത്ത കാലം. സുബ്ഹാനല്ലാഹ്. ഭാര്യമാരെ എങ്ങും പോയിട്ടൊന്നും ചെയ്തേക്കല്ലേ. അല്ലാഹുവേ, അല്ലാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. എന്തപ്പോ പറഞ്ഞ റഹ്മാനെ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അബ്രഹത്തിന്റെ ആനപ്പട, മദീനത്ത് ആനയില്ല. അതുകൊണ്ട് വലിയ ജീവിയായ ആനയുമായിട്ട് പോയ കഅബാലയം പൊളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ ഈ ചങ്ങാതി പോയത്. എന്നിട്ട് അല്ലാഹ് അവനെ തകർത്തത്. ഈ പോത്തിനും പശുവിനൊക്കെ പുല്ലിട്ട് കൊടുത്താല് അത് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോ ചവിട്ടി തേച്ചിടൂലേ, ഇതുപോലെ ആക്കി കളഞ്ഞു അല്ലാഹുമാരെ. ആ അബ്രഹത്തിന്റെ ആനപ്പടയെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ പൊളിക്കാൻ പോയവന്മാരെ, ആ ആന എന്ന് പറയുന്ന വലിയ ജീവിയുമായിട്ട് പോയവന്മാരെ സത്തു മലർന്നു പോയില്ലേ സഹോദരാ? അല്ലാഹു എങ്ങനെയാണ് തകർത്തത്? അബാബീൽ എന്ന് പറയുന്ന കുരുവിയുണ്ടല്ലോ, അതാ കിളികളിൽ വെച്ച് ഏറ്റവും ചെറിയ കിളിയാണ് കുരുവി. ആ കുരുവിയെ കൊണ്ടാണ് ഏറ്റവും വലിയ ജീവിയായ ആനയുണ്ടല്ലോ
ആ അപ്രകത്തിന്റെ ആനപ്പടയെ അല്ലാഹു തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് ന്യൂനപക്ഷമായ ഞാനും നിങ്ങളും ഭയപ്പെടണ്ട, ഭൂരിപക്ഷത്തിന്റെ വലിപ്പം കണ്ട് ഭയപ്പെടണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏതൊക്കെ ശക്തികൾ വന്നാലും അല്ലാഹു തകർത്ത് കളയുമടോ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുകയാ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളുടെ കൂടെ ഞാനുണ്ടല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഇരിക്കുന്ന മുസ്ലിമിന് ഈമാൻ ഉണ്ടാകാൻ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാ, ഈമാൻ ഉറയ്ക്കാൻ ഒരു ഹദീസ് പറഞ്ഞു തരാ. ഉസ്താദേ, പൗരത്വ ബില്ല് വരുന്നു, ഏക സിവിൽ കോഡ് വരുന്നു എന്ന് പറഞ്ഞു ഭയന്ന് വിറച്ച് നടക്കുന്ന വാപ്പാ, ഓലപ്പടക്കം കണ്ട് പേടിക്കല്ലേ വാപ്പാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നബിതങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോ ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മുഹമ്മദ് നാട് വിടാൻ പോവുകയാണ്, ഒരിക്കലും നിനക്കൊന്നും കിട്ടൂല, വേണമെങ്കിൽ ഇന്ന് തന്നെ കൊന്നുകൊള്ളണം. മുഹമ്മദിനെ കൊല്ലാൻ കിട്ടുന്ന അവസാനത്തെ ചാൻസാ ഇളക്കുകയാ. പടച്ചവനെ, ശത്രുക്കൾ മുഴുവനും അവിടുന്ന് തയ്യാറാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി വീട് വളയുകയാ. ഊരിപ്പിടിച്ച വാളുമായി നബിതങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് കാത്തു നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങൾ ചോദിക്കുന്നു, അലിയേ, ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്കുമോ അലിയേ? യാ റസൂലല്ലാഹ്, സമ്മതമാണ് നബിയേ. എന്തിനാ ഭയപ്പെടുന്നത്? അലിയാർക്കെന്ത് പേടിയാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് കിടന്ന സ്ഥലത്ത് കിടക്കുകയാ. ഈമാനുള്ള നിസ്കാര തടമ്പുള്ള പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നബിതങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം നബിയേ, ഒരു കാര്യം ചെയ്യണം നബിയേ. ഏത് കാര്യമാണെന്നറിയോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഓതുമല്ലോ വാപ്പാ, യാസീനിൽ ഓതുന്ന ആയത്താണല്ലോ. നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയേ, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. ഈ ആയത്തോതിയിട്ട് മണ്ണിലൂതണേ നബിയേ. വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഒരു പിടി മണ്ണ് വാരി, ഒരു പിടി മണ്ണ് വാരി. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തോതിയിട്ട് മണ്ണിലേക്ക് ഊതുകയാ. ചെറുപ്പക്കാരാ, ആർക്ക് വേണമെങ്കിലും ചരിത്രം പഠിക്കാം, ആർക്ക് വേണമെങ്കിലും ചരിത്രം പഠിക്കാം. അല്ലാഹുവിന്റെ റസൂൽ മണ്ണിൽ ഊതിയിട്ട് വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു പിടിച്ച വാളുമായി നബിതങ്ങളുടെ തലയെടുക്കാൻ കാത്തു നിന്നവന്മാരുടെ കണ്ണിന്റെ മുമ്പിലൂടെ KGF നായകന് പോയതുപോലല്ലടാ, ചങ്കൂറ്റത്തോടെ നബിതങ്ങൾ അവന്മാരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ AK-47 പിടിച്ചുകൊണ്ടല്ല പോയത്, ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചുകൊണ്ടല്ല പോയത്. എടാ, മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതിയടോ. ഈമാനുള്ള അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും മഹത്വമുണ്ടോ? നബിതങ്ങൾ ഇറങ്ങിപ്പോയില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിപ്പോയില്ലേ. അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കടന്ന് നബിതങ്ങളെ ഗുഹയ്ക്കകത്ത് കടന്ന് ഉറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങൾ പേടിച്ച് വിറയ്ക്കുകയാ. നബിതങ്ങൾ ഞെട്ടിയുണർന്നു.
എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മുകളിലെത്തി നബിയേ, മുകളിലെത്തി നബിയേ, ശത്രുക്കളുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചമീ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, നമ്മളെ പിടിക്കുമല്ലോ, താഴോട്ട് നോക്കിയാ കാണുമല്ലോ, നമ്മളെ കൊന്നു കളയുമല്ലോ. അബൂബക്കർ തങ്ങളെ പേടിച്ച് പറയുമ്പോ റസൂലുള്ളാഹി ചിരിക്കുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ചിരിക്കുന്നത്, എന്തിനാ നബിയേ ചിരിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 2023 ഒരുമിച്ച് കൂടിയ കാഞ്ഞിപ്പുഴയിലെ വാപ്പാ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ പറഞ്ഞ ഹദീസാ. അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അബൂബക്കറേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറേ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്, മൂന്നാമതൊരാളുണ്ട്. ആരാണ് നബിയേ? ഈ ലോകം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മുടെ കൂടെയില്ലേ അബൂബക്കറേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ, അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, അല്ലാഹ് കൂടെയില്ലേ? ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും ഏത് ചരിത്രം വേണമെങ്കിലും എടുത്ത് വായിച്ചു നോക്കണോ. ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ടോ? ജയിച്ചത് മുഴുവനും ന്യൂനപക്ഷമാ, ന്യൂനപക്ഷമാ ജയിച്ചത്. അതുകൊണ്ട് എത്ര വലിയ കൊലകമ്പന്മാര് വന്നാല്, ഏതൊക്കെ വൻശക്തികൾ വന്നാല്, പടച്ചവനെ ഫിറഔനിന്റെ ചരിത്രം അറിയില്ലേ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ കലീമുല്ലാഹി മൂസാ നബിയുടെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ മുമ്പിൽ ചെങ്കടല, പടച്ചവനെ പുറകില് ഫിറഔന. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഭയന്ന് നിൽക്കുമ്പോ, മൂസാ നീയും നിന്റെ റബ്ബും കൂടെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു കൂടെ നിന്നവരെ കാലുവാരിയപ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ ഞാൻ നിന്റെ കൂടെയുണ്ട് മൂസാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ളതാ, വെറുതെ ഉള്ളതല്ല. അതുകൊണ്ട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ. ഇനി റബ്ബിന്റെ സഹായം വേണോ? ഇനി ആരൊക്കെ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും രക്ഷയില്ല. ഈ ഉമ്മത്തിന് രക്ഷപ്പെടണോ, ഈ ഉമ്മത്തിന് രക്ഷപ്പെടണോ? ഇനി ഏക ഒരു വഴിയേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങ്. അല്ലാഹു പറയുന്നതനുസരിച്ച് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. ദീനോടെ ജീവിക്കണോ, ദീനോടെ ജീവിക്കണോ. പടച്ചവനെ ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന ഇവരെന്തൊക്കെ നിയമം പാസിയാക്കിയാൽ നിന്റെ വീടിനകത്ത് ദീനനുസരിച്ചുള്ള ജീവിതം ഉണ്ടാകണം. ചെറുപ്പക്കാരാ, വീട്ടില് ദീൻ കൊണ്ടുവാടോ, വീടിനകത്ത് ദീൻ വരട്ടെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ വീടിനകത്ത് നടക്കട്ടെ. മഹാന്മാര് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, മഹാന്മാര് ജീവിതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരേ ഒരു രക്ഷയേ ഉള്ളൂ. അല്ലാഹുവിലേക്ക് മടങ്ങൂ. നബി തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. നീ താടി വളർത്തൂ, നീ തൊപ്പി ധരിക്കൂ, നിന്റെ മക്കളെ ഫർദ ധരിപ്പിക്കൂ. എന്തേ പേടിച്ചു പോകുന്നത്? കർണാടക എന്ന് പറയുന്ന നാട്ടിലല്ലേ, മംഗലാപുരത്തല്ലേ ഹിജാബ് നിരോധിച്ചത്? ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രത്തെ നിരോധിച്ചപ്പോ ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്ന് അവിടുത്തെ നിയമങ്ങൾ പറയുമ്പോ ചില മാതാപിതാക്കൾ ഊരിയിട്ട്
മക്കളെ പറഞ്ഞു വിട്ടു. നിങ്ങൾ ഫർദ് ഇട്ട് കൊണ്ടുപോകണ്ട, ഹിജാബ് ഇട്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. ചില മാതാപിതാക്കൾ പറഞ്ഞു വേണ്ട, അല്ലാഹുവിന്റെ ദീനാണ് വലുത്, ഇസ്ലാമിന്റെ ശിആറുകളാണ് വലുത്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമല്ല ദീനാണ് വലുത്. ഒരിക്കലും ഞങ്ങൾ ദീനിൽ വെള്ളം ചേർക്കൂല, വിശ്വാസത്തിൽ വെള്ളം ചേർക്കൂല. മക്കളോട് പറഞ്ഞു സ്കൂള് വേണ്ട. പടച്ചവനെ, വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ കണ്ടതാണ് സുമയ്യ എന്ന് പറയുന്ന ചങ്കൂറ്റത്തോടെ ഒരു പെൺകുട്ടി നിന്ന് പോരാടുന്നത്. റിസൾട്ട് വന്നടോ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചതാ സുമയ്യയാ. ഹിജാബ് നിരോധിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ പറഞ്ഞു എല്ലാം ഊരിയിട്ടിട്ട് പൊക്കോ, ദീനൊന്നും വേണ്ട. ചിലര് പറഞ്ഞു ദീനാണ് വലുത്, സ്കൂള് വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഹിജാബ് ഇട്ടുകൊണ്ട് പാർലമെന്റിൽ പോയിട്ടൊരു പെണ്ണ് അവിടുത്തെ നിയമസഭയ്ക്കകത്ത് പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് അല്ലാഹ്, ഇതാണ് അല്ലാഹ്. ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും അല്ലാഹ് നമ്മളെ സഹായിക്കും. അല്ലാഹു എന്ത് ചെയ്യും? അവസാനം വരെ നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഖുർആൻ പറയുന്നുണ്ട്, പല ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. സഹാബത്തിന്റെ വയറ് തൊണ്ടയിലെത്തി, നെഞ്ച് തൊണ്ടയിലേക്ക് കയറി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഹന്തക്കൊക്കെ പഠിപ്പിക്കുന്നതാ, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ആ അവസാന ഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ സഹായം വരുന്നത്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ദീനിലേക്ക് മടങ്ങിക്കോ, ദീനനുസരിച്ച് ജീവിക്ക്. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. ഇല്ലെങ്കിൽ അല്ലാഹു നമ്മളെ പാഠം പഠിപ്പിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹു രോഗങ്ങൾ തരും, പട്ടിണി തരും, പ്രയാസം തരും, ദുഃഖം തരും, മരണം തരും. ഇതെല്ലാം അല്ലാഹു നിനക്ക് തരും. നീ എന്തു പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തു പരീക്ഷണം അല്ലാഹു തന്നാലും എന്തു പറയണം? എന്തു പറയണം? എന്തു പറയണം? എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? മക്കള് പരീക്ഷയ്ക്ക് തോറ്റുപോയി, എന്തു പറയണം? എന്തു പറയണം? ലക്ഷങ്ങളുടെ കടവുണ്ടായി, എന്തു പറയണം? സിയാദ് കട കത്തിപ്പോയ അല്ലാഹു തരും ചങ്ങാതി. അല്ലാഹു ഒരു പാവപ്പെട്ടവന്റെ കടയൊക്കെ കത്തിപ്പോയി. അല്ലാഹു അദ്ദേഹത്തിന് എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു വഴി അടഞ്ഞ അടുത്ത വഴി അല്ലാഹു തുറന്നു കൊടുക്കും. എടോ, ഞാൻ പറയുന്നത്, മൂക്കിലൂടെ ബ്ലഡ് വന്നു, ശരീരത്തിൽ ഒരു മുഴ കണ്ടു, ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണെന്ന്. എന്തു പറയണം? എന്തു പറയണം? എനിക്ക് കിളി പോയെന്നാണ് നിങ്ങളുടെ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എടോ, അല്ലാഹ് എന്ത് പരീക്ഷണം തന്നാലും എന്ത് പറയണം? അൽഹംദുലില്ലാഹ് പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കുട്ടിയുടെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു ചെന്നപ്പോ അല്ലാഹു മലക്കുകളോട് ചോദിച്ചു, അവന്റെ കരളിന്റെ കഷ്ടത്തിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് വന്നപ്പോ അവൻ എന്ത് പറഞ്ഞു? അപ്പൊ മലക്കുകൾ പറയാ, ആ ചങ്ങാതി പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. അപ്പൊ അല്ലാഹു പറയുകയാ, ഒരു വീട് പണിയാൻ. അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, ഒരു വീട് പണിയാൻ സ്വർഗത്തിൽ. വീടിന്റെ പേരെന്താ? ബൈത്തുൽ ഹംദ്. വീടിന്റെ പേരെന്ത്? ബൈത്തുൽ ഹംദ്. ആ ചങ്ങാതിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയെന്ന് മലക്കുകളോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് പറയണം? എന്ത് പറയണം? ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞ് പോരാ, നല്ലപോലെ പറ, നല്ലപോലെ പറ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് അല്ലേ? ചുമ്മാതെ പറയാൻ പറ്റും, പക്ഷെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒറ്റ ഒരു ഹദീസ് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. 11 മണി കഴിഞ്ഞു, 11:05 ഇൻഷാ അല്ലാഹ്. ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ഹദീസ് കൂടെ കേട്ടൂടെ? അപ്പൊ ഇൻഷാ ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട്. അത്യാവശ്യമുള്ളവരൊക്കെ പൊക്കോളി, ആവശ്യമുള്ളവർ മാത്രം ഇരിക്കുക. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓടിക്കോണം. ഇനി ഇരുന്ന ദുആ കഴിഞ്ഞിട്ടേ പോകാം ഇൻഷാ അല്ലാഹ്. ആരും തിരിഞ്ഞു നോക്കരുത്, ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കരുത്. പോകേണ്ടവർ പൊക്കോട്ടെ, അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പോഴല്ലേ പോകാൻ പറ്റും. അസ്റായിൽ വരുമ്പോ എവിടെ പോകാനാ? അസ്റായിൽ വരുമ്പോ ഓടാനൊന്നും പറ്റത്തില്ലല്ലോ, ഇപ്പോഴല്ലേ ഓടാൻ പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ 3 സലാത്ത് പറയുന്നതിന്റെ ഇടയിൽ പൊക്കോ, വിരോധമൊന്നുമില്ല. ഇവിടെ ഇരുന്നാൽ ഇനി ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം മനുഷ്യന്റെ, നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് രോഗമായിട്ട് വല്ലതും കിടപ്പായിരുന്നു. നമ്മുടെ സിയാദൊക്കെ പറയണേട്ട് ഉസ്താദെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങളോടൊക്കെ സംസാരിച്ചത്
അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അത്രയൊക്കെ ഉള്ളു ചെയ്യാതൊക്കെ എല്ലാവരുടെയും കാര്യം കേട്ടോ. നിങ്ങളുടെ കാര്യമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഒരേ ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെക്കാം. ഞാൻ പറയുന്ന ഒരേ ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ എത്ര വലിയ പരീക്ഷണം ഉണ്ടായാലും നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഇനി കച്ചവടത്തിൽ നഷ്ടമുണ്ടായാലും എന്തൊക്കെ പ്രയാസം വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സമാധാനം കിട്ടും. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഒരു സമാധാനമുള്ള ജീവിതം ലോകത്ത് സമാധാനമായി ഇല്ലാത്ത, സമാധാനമുള്ള ഒരു ജീവിതം കിട്ടാനുള്ള വഴിയാണ് ഞാൻ പറയണേ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്ന ഒരു ഹദീസ് ഓർത്തു വെച്ചാൽ മതി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഇരിക്കണ എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസമുണ്ട്. ഈ ഇരിക്കണ നമുക്ക് എല്ലാവർക്കും, ആണാകട്ടെ പെണ്ണാകട്ടെ ചെറുപ്പക്കാരനാകട്ടെ പ്രായമുള്ളവരാകട്ടെ, ചിരിയും കളിയൊക്കെ ചുമ്മാതാണ്, ഇങ്ങനെ അഭിനയിക്കുകയല്ല എല്ലാം. എല്ലാത്തിനും പരാതിയും ദുഃഖവും ദുരിതവും ഇല്ലാത്ത ആരുമില്ല, എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, സിറാ ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ ആരോട് പറയുന്നു പറഞ്ഞ് നടക്കാം. എൻ്റെ പ്രയാസങ്ങൾ ഞാൻ ആരോട് പറയും? പക്ഷെ നമ്മുടെ അവസ്ഥ അതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ഹദീസ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നേരെ ഇരിക്കണോ എല്ലാവരും? റെഡിയല്ലേ? ചോദിക്കട്ടെ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ? എന്താ കാഞ്ഞിപ്പുഴയിലില്ലേ? ഉണ്ടോ? ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? ഉണ്ട്. ഉറപ്പല്ലേ? അല്ലേ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അള്ളാഹു പറയുകയാ ഇന്ന മഅൽ ഉസ്രി യുസ്റ. അല്ലാഹു പറയാ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷം ഉണ്ടോ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. ഞാൻ പറഞ്ഞതിനർത്ഥം, ഇപ്പം നിനക്ക് അള്ളാഹു ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളം എന്ത്? കടകത്തിയതെന്താ? കടകത്തി. അന്ന് കുറച്ചുവനെ ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ വേണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്ത് ഇൻഷുറൻസ്? മനുഷ്യന്റെ കാര്യം തീരാൻ. ഇപ്പൊ പഠിച്ചവനെ 25 കോടി എന്നാ പറഞ്ഞു നടക്കാം. 25 കോടിയല്ലേ ഇപ്പൊ ഓണബമ്പർ? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രം മനുഷ്യന്മാര്. അള്ളാഹു നനച്ചേക്ക്. ഞാൻ എൻ്റെ കാലം മാറിയ ഞാൻ എൻ്റെ ഭാര്യയും കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഓണബമ്പർ. ഞാൻ ആ അമ്മമ്മയെ നോക്കി, ഞാൻ നോക്കി. എന്നിട്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് ഇതെടുക്കാൻ പാടില്ല, ഹറാമാണ്. ഞങ്ങൾക്ക് ഇതെടുക്കാൻ പാടില്ല, പാവമാണ്. ആ അമ്മ എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ഒരു ചിരി. ആ അമ്മ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ആ ചിരിച്ച് എന്തിനാന്നറിയാം? ആ അമ്മ എന്നോട് പറയാ, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാനെന്ന്. ഒരു കാക്കാടെ കടയിലെ ഏജന്റായി അമ്മ. അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ടാ നമ്മളോട് ചോദിക്കണത്, നീ അല്ലാഹു അലം, പടച്ചവനെ, അല്ലാഹു അലം, ലോട്ടറി. സുബ്ഹാനല്ലാഹ്. 1400 കൊല്ലം മുമ്പ് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എടുക്കല്ലേ എന്ന്. കഴിഞ്ഞ വർഷം കോടി അടിച്ചപ്പം തന്നെ പറയുന്നുണ്ട്, ഇനി ജീവിതത്തിൽ ഒരാൾക്ക് ഇത് അടിക്കരുതെന്ന്. കാരണം അടിച്ചതോടുകൂടി ഓന്റെ സമാധാനം പോയി. ഓൻ തന്നെയാ പറഞ്ഞത്, എടാ എടുക്കണ ചങ്ങാതി, ലോട്ടറി എടുക്കണ ചങ്ങാതിയോട് ഞാൻ പറയാ, ഇപ്പൊ കേറി കിടക്കാൻ ഒരു വീടും 5 സെന്റ് സ്ഥലവും ഇതിലുണ്ട്, ഇതുകൂടെ പോകും. അള്ളാഹു കാക്കമാറാകട്ടെ. നിനക്കിപ്പോ സമാധാനമുണ്ട് കേറി കിടക്കാൻ. വാടകയ്ക്കാണെങ്കിൽ ഒരു വീടുണ്ട് ചങ്ങായി. അള്ളാന്റെ സഹായം നിനക്കുണ്ട്. നീ ഇത് എടുത്ത അന്നത്തോടെ നിന്റെ കാര്യം പോയി. അതോടുകൂടി അള്ളാന്റെ സഹായം നഷ്ടപ്പെടും. ഒരു പാടില്ല. എന്തിനാ ഇത്? ഇസ്ലാമിന്റെ നിയമങ്ങൾ. ഇതൊക്കെ ലോൺ എടുത്തതോടുകൂടി എത്തീങ്കാനയിലായവരില്ലേ? ലോൺ എടുത്തിട്ട് എത്തീങ്കാനയിലായവരില്ലേ? പലിശക്കെടുത്തവരില്ലേ? പണയം വെച്ച് ജീവിതത്തിൽ എന്റെ അടുത്ത് വന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, സ്വർണം വേണോ കൊണ്ടുവിറ്റോ, പണയം വെക്കാൻ പറ്റത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ലോൺ, വണ്ടി ലോൺ, എല്ലാവർക്കും വണ്ടി ലോൺ. സുബ്ഹാനല്ലാഹ്. ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു മസല, അല്ലാഹു അലം, പടച്ചോനെ, ലോണൊക്കെ ഇട്ട് വണ്ടി എടുക്കണ എങ്ങനെമാരില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയും, ഉസ്താദ് അതൊക്കെ നിയമങ്ങൾ അല്ലേ? അള്ളാനെ പേടിയില്ല, മോഡി അണ്ണനെ പേടിയുണ്ട് എല്ലാത്തിനും. സിറാത്ത് ആടണ പോലെ ഇതിനുമേലെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നത്. പോയടാ
മൈക്കാണ് ഇപ്പൊ എല്ലായിടത്തും വിഷയം. ഓഫായ പോയി. മൈക്കിനെതിരെ കേസെടുക്കുന്ന ആളല്ല. എൻ്റെ അടുത്ത് ഒരാള് ചോദിച്ചു, ഉസ്താദേ സുബ്ഹാനല്ലാഹ്, വയല് പറയാൻ സിറാജ് ഉസ്താദ് വന്നു. ഉസ്താദ് വയല് പറയാൻ വരുന്നുണ്ട്. ഉസ്താദ് വയലിന് വന്നിട്ട് പറയുന്നുണ്ട്, കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത്, കൊടുക്കരുത്, സാക്ഷി നിൽക്കരുത്, എല്ലാം പാപം. ഉസ്താദ് എന്താ പ്രസംഗിക്കണേ? ഉസ്താദ് പ്രസംഗിക്കുക, പലിശ നിങ്ങൾ എന്ത് ചെയ്യരുത്, പലിശ കൊടുക്കരുത്, വാങ്ങരുത്, സാക്ഷി നിൽക്കരുത്, എഴുതരുത്, എല്ലാം പാപം. എല്ലാം പറഞ്ഞിട്ട് ഉസ്താദ് അങ്ങ് പോകും. ഉസ്താദ് വന്ന വണ്ടി ഏതാ? ലോണിട്ട വണ്ടി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് കാര്യം? ഞാൻ എന്റെ ഉസ്താദിനോട്, ഞാൻ ചോദിക്കണത്, എടാ നിനക്ക് 25 ലക്ഷത്തിന്റെ വണ്ടി എടുക്കണമെങ്കിൽ പൈസ കൊടുത്തിട്ട് എടുക്ക്. പൈസ കൊടുത്തിട്ട് എന്തിനാ പേടിക്കണം? അള്ളാനെ പഠിക്ക്. എന്തിനാ ഉമ്മരെ പഠിക്കണേ? രാജ്യത്ത് നിനക്ക് ടാക്സ് കൊടുക്കണോ? കൊടുത്തിട്ട് എടുക്ക്. എന്തിനാ പഠിക്കണേ? ഹറാമുമായിട്ട് ബന്ധപ്പെടരുത്, പലിശയുമായിട്ട് ബന്ധപ്പെടരുത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തനിയാ എളുപ്പമൊന്നും ഇട്ടേക്കല്ലേടാ. ചങ്ങായി എളുപ്പമൊന്നും എടുത്തേക്കരുത് കേട്ടോ, പേടിച്ചിട്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ദുഃഖത്തിന്റെ പുറകിൽ അള്ളാഹു നിനക്ക് സന്തോഷം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇല്ലാ യളമൽ ജസാഅ മാ യളമൽ ബലാ. നിങ്ങൾ എടുത്തു വെച്ചോ, നിങ്ങൾ ആര് വേണമെങ്കിലും നോക്കിക്കോ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. റബ്ബ് തരും, സമാധാനത്തോടുകൂടി ഇരിക്കും. അള്ളാഹു നിനക്ക് ഈ പരീക്ഷണം തന്നിരിക്കുന്നത് സന്തോഷം തരാനാണ്. എന്തിനാ നീ പറഞ്ഞുകൊണ്ട് നടന്നത് നഷ്ടപ്പെടുത്തി കളയുന്നത്? അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓരോ മഖാമുകളുടെ മുമ്പിൽ പോകുമ്പോഴും ഒരായത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബദരീങ്ങൾ അനുസ്മരിക്കണമെന്ന്. ഏത് മഖാമിന്റെ മുമ്പിൽ പോകുമ്പോഴും ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹ്. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ? അവർക്ക് 2 ഗുണങ്ങളുണ്ട്. അവർക്ക് 2 ഗുണങ്ങളുണ്ട്. ഔലിയാക്കന്മാർക്കുള്ള തൊപ്പിയും ജുബ്ബയുടെ ആരുമാകട്ടെ, ഇൽമ പഠിച്ചവനാണോ ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം എൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദിന്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദിന്റെ ഉസ്താദ്, ഇങ്ങനെ ഉസ്താദന്മാരുടെ പരമ്പര. ഒരു ഉസ്താദിനും അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു ഉസ്താദന്മാരുടെ പരമ്പര പറഞ്ഞാൽ പോയി അവസാനിക്കുന്നത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു. ഉസ്താദന്മാർ ഇങ്ങനെ പരമ്പര പറഞ്ഞാൽ ഒന്ന് പോക്കറ്റ് കയ്യിട്ടേരെ. ഇന്ന് ലാസ്റ്റ് ദിവസമാണെങ്കിൽ രക്ഷപ്പെടാനുള്ള നന്മ. ആരെത്ര ഇട്ടു എന്ന് അല്ലാഹുവിനെ അറിയൂ. നീ ഇട്ടത് എത്രയാണെന്ന് അല്ലാഹുവിനെ അറിയത്തുള്ളൂ. നിന്റെ പേരില്ല, രസീതില്ല, വിളിച്ചു പറയണില്ല, അല്ലാഹ് മാത്രം അറിഞ്ഞാൽ മതി. ഉള്ളതിൽ, നിന്റെ കയ്യിലുള്ളതിൽ ഒരു സദഖ എടുത്തിട്ട് അൽഹംദുലില്ലാഹ് ആ ബക്കറ്റിന്റെ അകത്തേക്ക് ഇട്ടേരെ. ഇത് മതി നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റൊന്നും ഇല്ല, എടുത്തോ ഇൻഷാ അല്ലാഹ്. എന്താ എടുക്കണോ? അൽഹംദുലില്ലാഹ്. എല്ലാവരും പോക്കറ്റ് കൈയിട്ടേരെ, മസിൽ പിടുത്തം വിട്ടേരെ. എന്തെങ്കിലും നിനക്ക് പേരുണ്ടോ? പേര് വിളിച്ചു പറയണില്ല, രസീതില്ല, ആരും അറിയണില്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രോഗം മാറാനുള്ള മരുന്നാണ് സദഖത്തു റത്തുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇത് അല്ലാഹു മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. മനസ്സറിഞ്ഞുകൊണ്ട് ഇനി പറയരുത് എനിക്ക് നന്മയില്ലെന്ന്. ഉസ്താദേ, നല്ല മരണം കിട്ടാൻ ഈ ബക്കറ്റിന്റെ അകത്തിട്ട ഒരു സദഖ മതി. അതല്ലയെ അറിഞ്ഞിട്ടുള്ളൂ. റഹീമായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഈ സദഖ സ്വീകരിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ അണുക്കളോ ഇവരുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിലോ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാഹ്. അറുത്ത് മുറിക്കല്ലേ അല്ലാഹ്, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാഹ്. അപകട
അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഏതെങ്കിലും ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ പാവങ്ങളുടെ ശരീരത്തിലുണ്ടോ? കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ.